الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പരിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ നാളുകളിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മളൊക്കെ വളരെ ആവേശത്തോടുകൂടി അമലുകളിൽ വ്യാപൃതരായിരിക്കുകയാണ്. കഴിയുന്നിടത്തോളം നന്മകൾ പ്രവർത്തിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയുമൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. നമസ്കാരത്തിലും നോമ്പിലും ഖുർആനോദരലും ദിക്ർ ദുആകളിലും ഇസ്തിഗ്ഫാറിലും അതുപോലെ ഇത്തികാഫിലുമൊക്കെയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമലുകളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്നും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരം അമലുകളൊക്കെ ഇഖ്ലാസോടുകൂടി കൂടുതൽ അനുഷ്ഠിക്കുവാനും മരണം വരെ ഇങ്ങനത്തെ നല്ല അമലുകളിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലയിൽ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമലുകൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സഫലമാകുമ്പോഴാണ് അമലുകൾക്ക് ഹയാത്തുണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത്. ജീവനുള്ള അമലുകൾ മാത്രമേ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ഒക്കെ അമലുകൾ ആ നിലയിൽ നന്നാക്കി തരുമാറാകട്ടെ. എങ്ങനെയാണ് നമ്മളുടെ അമലുകൾ ജീവനുള്ളതാണ് എന്ന് മനസ്സിലാവുക? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അള്ളാഹുവിൻ്റെ അടിമകൾ അവന് വേണ്ടി അനുഷ്ഠിക്കുന്ന എല്ലാ അമലുകളുടെയും അനന്തരഫലം എന്ന നിലയിൽ, അതിൻ്റെ അസ്ർ എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചില സംഗതികളുണ്ട്. ഉദാഹരണത്തിന്, ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി എന്ന് എങ്ങനെ മനസ്സിലാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യക്തമായ മറുപടി നൽകി. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അധികമായി സലാം പറയലും ജനങ്ങളെ ആഹരിപ്പിക്കലുമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജ് കബൂലായോ എന്നറിയാൻ എന്താ മാർഗം? നമ്മളിപ്പോൾ നിസ്കരിച്ചല്ലോ, 23 റക്അത്ത് നിസ്കരിച്ചു. ഈ നിസ്കാരം കബൂലായോ ഇല്ലേ എന്നറിയാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? അതിനേക്കാളും മെനക്കെട്ട് വലിയ പൈസ ഒക്കെ ചെലവഴിച്ച് മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? അതിനൊരു മാർഗമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികമായി ജനങ്ങൾക്ക് ആഹാരം നൽകുകയും ജനങ്ങളോട് സലാം പറയുകയും ചെയ്യുന്നതായി കണ്ടാൽ അവൻ്റെ ഹജ്ജ് കബൂലായി എന്ന് ബോധ്യപ്പെടണം. ഇന്ന് പ്രസംഗമല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും മഹത്തായ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ അവസാനത്തേതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. 5 സ്തംഭങ്ങളിൽ 5-ാമത്തേതാണ് ഹജ്ജ്, അവസാനത്തേതാണ് ഹജ്ജ്. ഈ ഹജ്ജ് കബൂലായോ എന്നറിയാനുള്ള മാർഗം വളരെ സിമ്പിളായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ജനങ്ങളോട് അധികമായി സലാം പറയുക, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കലും സലാം പറയലും ഹജ്ജും തമ്മിൽ എന്താ ബന്ധം? അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളുടെ പ്രത്യേകതയും മഹത്വവും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ റമദാനിലാണ്. റമദാനിൻ്റെ അമലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആവേശത്തോടു കൂടി നമ്മൾ നിർവഹിക്കുകയാണ്. റമദാൻ കബൂലായി എന്നറിയുന്ന എങ്ങനെയാണ്? റമദാനിൽ നമ്മളോട് അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞു, രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. അത് വ്യക്തിപരമായ നിലയിൽ നമ്മളെ സംസ്കരിക്കാനുള്ള ഒരു പ്രത്യേക
പ്രോസസ്സാണ്, ചടങ്ങാണ്, കർമ്മമാണ്. നമ്മളെ വ്യക്തിപരമായ നിലയിൽ സംസ്കരിക്കാൻ പകലിൽ നോമ്പെടുക്കുക, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക. ഈ രണ്ട് അമലുകൾ, പ്രധാനമായും ഈ രണ്ട് അമലുകൾ ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ എന്താ മാർഗം? അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് ഷഹറുൽ മുവാസാത്താണ്. നമ്മളോടൊപ്പമുള്ള സഹജീവികളെ അവരുടെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മുടെ നോമ്പ് കബൂലായോ എന്ന് അറിയാനുള്ള മാർഗം. അതുകൊണ്ടാണ് റമദാനിൽ സക്കാത്ത് അധികം കൊടുക്കണം, സദഖ അധികം കൊടുക്കണം, പരോപകാര പ്രവർത്തനങ്ങൾ അധികമായി ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, നോമ്പ് തുറപ്പിക്കണം എന്നൊക്കെ പറയുന്നില്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. എൻ്റെ നോമ്പ് കബൂലായോ എന്നറിയാൻ പട്ടിണി അളക്കാൻ പ്രത്യേകിച്ച് മിഷനൊന്നുമില്ല. പട്ടിണി അളക്കാൻ പറ്റും, ആരുടെയെങ്കിലും പട്ടിണി കണ്ടുപിടിക്കാൻ പോലും പറ്റൂല. 5 നേരം ഒതു കൊടുക്കുന്ന നമ്മൾ 3 പ്രാവശ്യം വായിൽ വെള്ളം കയറ്റി തുപ്പുന്നുണ്ട്. ഞാനും പടച്ചവനല്ലാത്ത വേറെ ആരും അറിയുന്നില്ല. കയറ്റിയ വെള്ളം പുറത്തോട്ട് തുപ്പാണ്ടെങ്കിൽ അകത്തോട്ടാക്കിയാൽ മിനിമം 3 കവള് വെള്ളം എനിക്ക് കുടിക്കാമല്ലോ, ആരറിയുന്നു അല്ലേ? ഇനിയിപ്പോൾ ഞാൻ സ്വന്തമായ നിലയിൽ ഒരു ബോട്ടൽ വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചാൽ ആരും അറിയില്ല, അറിഞ്ഞാൽ തന്നെ ആരും എന്നെ തടയുകയും ചെയ്യില്ല, എനിക്ക് കുടിക്കാം. എൻ്റെ പട്ടിണി ആർക്കും അറിയില്ല, എൻ്റെ പട്ടിണി ആർക്കും അളക്കാൻ കഴിയില്ല. ഈ പട്ടിണി അളക്കാൻ പ്രത്യേകിച്ച് മിഷനൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ ശരീഅത്ത്, പരിശുദ്ധ ഇസ്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണോ പട്ടിണിക്കിടുന്നത്, ആ ഉദ്ദേശം നമ്മളിലൂടെ നടക്കുന്നുണ്ടോ നടപ്പിലാകുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു വ്യക്തമായ അളവുകോലാണ്, ഒരു വ്യക്തമായ തെർമോമീറ്ററാണ് നമ്മളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് സദഖ കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ജനങ്ങളുടെ വിഷമങ്ങൾ നമ്മളുടെ വിഷമങ്ങളായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ പട്ടിണി ഇരിക്കുമ്പോഴാണ് പട്ടിണി കിടക്കുന്നവൻ്റെ വിഷമത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുക. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കടിയുണ്ടാക്കി, കടി കൂടിപ്പോയി, ഈ കടീനെ എന്താ ചെയ്യാന്ന് ആലോചിക്കുക. കടി എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റിക്കോ, പറ്റിയെങ്കിൽ നാളെ നമുക്ക് ചൂടാക്കി വീണ്ടും ഉപയോഗിക്കാം, അങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ ഞാൻ പട്ടിണി കടന്നിട്ട് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ഒരു കടിയെടുത്ത് കടിക്കുമ്പം നമ്മുടെ മുൻഗാമികളായ സഹാബത്തൊക്കെ ചിന്തിച്ചതുപോലെ, പടച്ചവനെ ഈ ദിവസം ഈ നേരം ഒരു കടി പോലുമില്ലാതെ എത്ര പാവങ്ങൾ ലോകം മുഴുവൻ കഷ്ടപ്പെടുന്നുണ്ട്, എത്ര സാധുക്കൾ ലോകം മുഴുവൻ പട്ടിണി കിടക്കുന്നുണ്ട്. ആ പട്ടിണി കിടക്കുന്ന ആളുകളോട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് താതാത്മ്യം പുലർത്താൻ വേണ്ടിയിട്ട്, ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടിയിട്ട് സഹബാക്കളൊക്കെ ചെയ്തതുപോലെ എടുത്ത ഭക്ഷണം അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവുക. നമ്മൾ പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കുറിച്ച് കേട്ടില്ല, റളിയല്ലാഹു അൻഹു. കഴിക്കാനെടുത്ത ഭക്ഷണം അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ റൊട്ടിയോടൊപ്പം 2 തരം കറികൾ കൊണ്ടുവച്ചു. 2 തരം കറി. അദ്ദേഹം ഇങ്ങനെ മാറി മാറി 2 കറിയിലേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. ആളുകൾ അത്ഭുതപ്പെട്ടു. കാരണം മുസ്ലിമീങ്ങൾക്ക് ഫുതുഹാത്തിന്റെ കാലമാണ്, വിജയത്തിന്റെ കാലമാണ്, സാമ്പത്തികമായി അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പൊ 2 കറി കഴിക്കുന്നു എന്നൊരു അത്ഭുതമല്ല. അമീറുൽ മോമിനിന്റെ മുമ്പിൽ 2 തരം കറി കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നു. എന്താ കാര്യം? അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറയുന്നത് വരെ 2 നേരം അടുപ്പിച്ചിട്ട് വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. ഉണക്ക റൊട്ടി മുക്കി തിന്നാൻ കറി ഉപയോഗിക്കാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ഞങ്ങൾ ഒരു നേരം 2 കറി ഒന്നിച്ച് കഴിക്കുമോ? എനിക്ക് കഴിക്കാൻ കഴിയില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഇത് എവിടുന്ന് കിട്ടിയതാണ്? ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നിസ്കാരത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നോമ്പിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയതാണ്. നമ്മൾ ഇതാ പഠിക്കേണ്ടത്. നമ്മൾ എന്തിനു നിസ്കരിക്കുന്നു, നമ്മൾ എന്തിനു നോമ്പ് പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന്റെ ഫലം എങ്ങനെയാണ് പ്രകടമാകേണ്ടത്, നമ്മൾ നോമ്പെടുത്താൽ ആ നോമ്പിന്റെ ഫലം എങ്ങനെയാണ് പ്രകടമാകേണ്ടത്. റമദാൻ 30 ദിവസം നോമ്പെടുക്കുന്ന ഒരു മുസ്ലിം, നമ്മൾ ഇന്നലെ ഞാൻ നോക്കി പറഞ്ഞതുപോലെ, നിലാവ് കാണുമ്പോൾ സന്തോഷത്തോടുകൂടി വലതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും
അള്ളാഹു എൻ്റെ അമലൊക്കെ സ്വീകരിച്ചല്ലോ എന്ന സന്തോഷത്തോടെ തക്ബീർ മുഴക്കിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകും, പെരുന്നാളിന് പോകും. പെരുന്നാൾ സന്തോഷമാണ്. 30 ദിവസം പട്ടിണിയായിരുന്നു, ഉറക്കമൊഴിയലായിരുന്നു. അടുത്ത ദിവസം ശവ്വാൽ 1 എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ചിരിക്കേണ്ട, ഭക്ഷണം കഴിക്കേണ്ട, എല്ലാവരും ഒന്നിച്ചിട്ട് സന്തോഷം പങ്കിടേണ്ട ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഈദ്ഗാഹിലേക്ക് പോകും. പക്ഷെ 30 ദിവസം നോമ്പെടുത്തിട്ട് അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു മുസ്ലിമിനോട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നിർബന്ധമായും ഫിത്ർ സക്കാത്ത് നീ കൊടുത്തിരിക്കണമെന്നാണ്. ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടല്ലാതെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകരുത്. എന്തുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന് ശരീഅത്ത് പറഞ്ഞെന്തിനാ? 30 ദിവസം പട്ടിണി കടന്നപ്പോൾ നിനക്കുണ്ടായ ഒരു മാനസികാവസ്ഥ പരിശോധിക്കുകയാണ്, അളക്കുകയാണ് പടച്ചവൻ. 2.5 കിലോ അരിയാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ സാമ്പത്തിക ശേഷി വെച്ചിട്ട് ഒരു 2.5 കിലോ അരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, അല്ലേ? വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ പരിശുദ്ധ ശരീഅത്തിന്റെ പ്രവർത്തനങ്ങൾ, അമലുകൾ, കർമ്മങ്ങൾ ഈ നിലയിലാണ് അല്ലാഹു തആല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോമ്പ് 30 എടുത്ത് കബൂലായി എന്ന പ്രതീക്ഷയോടുകൂടി തക്ബീറിന്റെ സന്തോഷം മുഴക്കിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്ന ഒരു മുസ്ലിം ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അവന്റെ വകയായി ഒരു കുടുംബത്തിലേക്ക്, അർഹതപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ഫിത്റിന്റെ അരി കൊണ്ടെത്തിച്ചു കൊടുക്കണം. കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടേ നീ പെരുന്നാളിന് പോകാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കർശനമായ നിലയിൽ പഠിപ്പിച്ച ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. അപ്പം നോമ്പ് പിടിച്ച നമ്മൾ അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ല എന്ന് അറിയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പിൽ വന്നുപോയ ചെറിയ ചെറിയ പിഴവുകളുടെ ഒക്കെ കഫാറയാണത്, പ്രായച്ചിത്തമാണത്. നോമ്പ് എന്ന് പറയുന്ന കർമ്മം എഫക്റ്റീവ് ആയോ ഇല്ല എന്നറിയാനുള്ള അളവുകോലാണത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഏത് അമലുകളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചാലും ആ അമല് ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള അമലാണ്, ഞാനും എൻ്റെ റബ്ബുമായുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ ഇപ്പം കൈകട്ടി നിന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭക്തി അളക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലല്ലോ. നമ്മൾ 22 റക്അത്തിന് പകരം, അല്ല 20 റക്അത്തിന് പകരം ഇന്നലെ 22 നിസ്കരിച്ചു പോയി എന്ന് എണ്ണാൻ നമുക്കൊക്കെ പറ്റും. എണ്ണം കൂടാം, എണ്ണം കുറയാം. ഒരു സുജൂദ് കുറഞ്ഞു പോയി ഇന്നലെ, അത് എണ്ണാൻ പറ്റും. പക്ഷെ എൻ്റെ ഖൽബിന്റെ ഭക്തി അളക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. എൻ്റെത് നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല, നിങ്ങളുടേത് എനിക്ക് അളക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് 1000 ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നു. അവരിൽ ചില ആളുകളുടെ നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പകുതി പ്രതിഫലം കൊടുക്കും, ചില ആളുകളുടെ ഇതിന് 10-1 കൊടുക്കും. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഫുൾ മാർക്ക് കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരാ അളക്കുന്നത്? ആരാ പരിശോധിക്കുന്നത്? അള്ളാഹുവാണ്. എന്നാൽ നമുക്ക് അതിനെ അളക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു മാർഗം തന്നിട്ടുണ്ട്. എന്താ മാർഗം? നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഒരലിവുണ്ടാകും, ഒരു കനിവുണ്ടാകും, മറ്റുള്ളവരോട് ഒരുതരം സഹാനുഭൂതി ഉണ്ടാകും, സഹസൃഷ്ടി സ്നേഹം ഉണ്ടാകും. പൊതുവെ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഒനിങ്ങനെ വയ്യോളം നിസ്കരിച്ചിട്ട് എന്താ കാര്യം? മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കൂല, ഉണ്ട കൈ കൊണ്ട് അക്കനാട്ടൂല, പിശുക്കനാണ്. കൊല്ലം ഉമ്രക്ക് പോയിട്ട് എന്താ കാര്യം? അപ്പുറം ഇപ്പുറമൊക്കെ ആളുകൾ പട്ടിണി കിടക്കുന്നില്ലേ? അപ്പുറം ഇപ്പുറമൊക്കെ കെട്ടിക്കാൻ വളർന്ന മക്കളിരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പറയിപ്പിക്കുന്നത് നീ കൃത്യമായ നിലയിൽ നിസ്കരിക്കുമ്പോൾ, നീ കൃത്യമായ നിലയിൽ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ സ്വാഭാവികമായും നിന്നിൽ നിന്നും ഈ കാണുന്ന പരിതാപകരമായ അല്ലെങ്കിൽ പ്രയാസകരമായ ആളുകളുടെ വേദനകളെ അറിയേണ്ടതൊരു ആവശ്യമാണ്. അങ്ങനെയാണ് അള്ളാഹു ആക്കിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത് അങ്ങനെയാണ്, സഹബാക്കളിൽ നിന്നും നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ അമലുകളിൽ ആവേശം കാണിക്കുന്ന നമ്മൾ, അമലുകളിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ, കൂടുതൽ ഇബാദത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, ആ ഇബാദത്തുകളുടെ അനന്തരഫലമായ നിലയിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സക്കാത്ത് കൊടുക്കലും സദഖ കൊടുക്കലും റിലീഫ് പ്രവർത്തനം നടത്തലും പിരിവിന് വരുന്ന ആളുകളെയൊക്കെ നന്നായി കൈയഴിച്ച് സഹായിക്കലും അത് മാത്രമല്ല സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് പരിശുദ്ധ ഖുർആനിൽ ഓതിയ കുറെ ആയത്തുകൾ കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടിയിരുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വകയായിട്ട് എന്തെങ്കിലും പറയല്ല. പക്ഷേ
ഖുർആൻ ദീർഘമായ നിലയിൽ ഓതുന്നു. നമ്മളാണെങ്കിൽ ചെറിയൊരു സമയം ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമിൽ ഒരു അക്ഷരം പറഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ അതിനെ വിശദീകരിക്കേണ്ടി വരും. കാരണം അള്ളാഹ് പറയുന്നത് നമ്മൾ പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യൽ മാത്രമല്ല, ആളുകൾക്ക് ഈ പറയുന്നത് പോലെ സദഖ സക്കാത്തുകളൊക്കെ കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അടിമുടി ഞാൻ നിസ്കരിക്കുകയും ഞാൻ നോമ്പെടുക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ സൽസ്വഭാവം ഉണ്ടാകണം, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകണം. നല്ല സ്വഭാവം. ഇപ്പം ഇന്നലെ നമ്മൾ ഖിയാമുൽ ലൈലിൽ ഓതിയപ്പം വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما എന്ന് പറഞ്ഞില്ലേ. ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്, വഖളാ റബ്ബുക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഓർഡർ തരുന്നു, കൽപ്പന തരുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. എന്താ വിധി പ്രഖ്യാപിക്കുന്നത്? അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് കൽപ്പിക്കുന്നു. അവനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൗഹീദാണത്. തൗഹീദ് നമ്മുടെ ഈമാനാണ്. ഇസ്ലാമിലെ 5ാമത്തെ ഫറളാണ് ഹജ്ജ് എന്ന് പറഞ്ഞില്ലേ. ഇസ്ലാമിലെ 1ാമത്തെ ഫറള് ഏതാ? ഇസ്ലാമിലെ 1ാമത്തെ ഫറള് ഏതാ? എന്താ അനങ്ങാത്ത? ഇസ്ലാമിലെ 1ാമത്തെ ഫറള് തൗഹീദാണ്, ഷഹാദത്താണ് അല്ലേ ഇസ്ലാമിലോ. അപ്പം ഇസ്ലാമിലെ 1ാമത്തെ ഫറളിനെ സംബന്ധിച്ചിട്ട് കൽപ്പനയുടെ രൂപത്തിൽ അള്ളാഹു അവന്റെ അടിമകളോട് സംസാരിക്കുമ്പോൾ അള്ളാഹ് പറയാ വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുകയാണ് അവനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത്. അവനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത്. അങ്ങനെ അവനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരടിമ അങ്ങനെ തൗഹീദ് ഉറപ്പിച്ചോ ഇല്ല എന്ന് അറിയാൻ എന്താ മാർഗം? മാർഗമുണ്ടോ? ഉണ്ട്. അതാണല്ലോ പറയുന്നത്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന. ഇപ്പം അള്ളാഹു രക്ഷിതാവാണ്, റഹ്മാനാണ്, ഖാലിഖാണ്, മാലിക്കാണ്. ഉസ്താദ് കുറെ ഹംദ് ചെയ്തില്ലേ. മാലിക്കാണ്, ഖാലിഖാണ്, റാസിഖാണ്, എല്ലാമാണ്. അവനല്ലാതെ വേറൊരു ഇലാഹേ ഇല്ല. ഞാൻ ആ ഇലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന നീ അതെങ്ങനെ പ്രകടിപ്പിക്കുമെന്നാണ്. എങ്ങനെ പ്രകടിപ്പിക്കും? ഇവിടുന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ ഉമ്മയെ കാണുമ്പോൾ ഞാൻ ആ ഉമ്മയോട് എങ്ങനെ പെരുമാറും എന്ന് നിങ്ങൾ നോക്കിയാൽ എൻ്റെ തൗഹീദ് ശരിയുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അളക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പ്രസംഗം ശരിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അളക്കാൻ എന്താ മാർഗം? ഞാൻ എൻ്റെ ഉമ്മയുടെ അരികിൽ ചെല്ലുമ്പോൾ ഉമ്മയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു? കാരണം എന്താ, നമ്മൾ സാധാരണ പറയാറില്ലേ, കാണപ്പെട്ട ദൈവങ്ങളാണ് ഇവരൊക്കെ. നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറില്ലേ, കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കുറിച്ചിട്ട് അടിയുറച്ച വിശ്വാസം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ബാഹ്യമായ അവസരമാണ്, സാഹചര്യമാണ്, അല്ലെങ്കിൽ സംഗതിയാണ് മാതാപിതാക്കളെ ആദരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തൗഹീദ് അളക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. നമ്മുടെ ഹൃദയത്തിലുള്ള തൗഹീദ് നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിശോധിച്ചാൽ എൻ്റെ തൗഹീദ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ വാപ്പയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിശോധിച്ചാൽ നന്നായിട്ട് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ. അല്ലാഹു പറയും ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖ്. അവരിൽ നിന്നും രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും നീ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്താൽ നിന്റെ തൗഹീദ് മനസ്സിലാവുന്ന. വാർദ്ധക്യാവസ്ഥയിൽ നിന്നുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ വാർദ്ധക്യാവസ്ഥയിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ? ഇന്ന് വാപ്പ വലിയ മുതലാളിയാണ്. വാപ്പയുടെ കയ്യിലുള്ള പേന കൊണ്ട് 2 വിരൽ തുമ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു ചെക്കിൽ ഒപ്പിട്ടാൽ അത് പാസ്സായി വരും, എനിക്ക് പൈസ കിട്ടും അല്ലേ? നാളെ ഈ വാപ്പയുടെ 2 വിരലുകൾ അനങ്ങാത്തൊരവസരം വരും. ഈ 2 വിരലുകൾ അനങ്ങാത്തൊരവസരം വരും. ഇന്ന് വാപ്പ എന്ന് പറയുന്നത് ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. വാപ്പയെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുകയല്ലേ. വാപ്പയാണ് എനിക്ക് ചെലവിന് തരുന്നത്, വാപ്പയാണ് എനിക്ക് പഠിക്കാൻ ഫീസ് തരുന്നത്, വാപ്പയാണ് എനിക്ക് വണ്ടിക്കൂലി തരുന്നത്, ഞാൻ കരയുമ്പോൾ എനിക്ക് 2 വീലർ വാങ്ങിത്തരുന്നതും നീളമുള്ള ഫോണ് വാങ്ങിത്തരുന്നതും ഒക്കെ വാപ്പയാണ്. അതുകൊണ്ട് ഞാൻ വാപ്പയെ അനുസരിക്കുന്നു, വാപ്പയെ ആദരിക്കുന്നു, ഞാൻ വാപ്പയെ ബഹുമാനിക്കുന്നു. അത് നിന്റെ തൗഹീദിന്റെ ലക്ഷണമല്ല. പിന്നെയോ
ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, അവർക്ക് ഇങ്ങനെ വിരലുകൊണ്ട് ഒപ്പിടുന്നത് പോയിട്ട് സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ എവിടെങ്കിലും കടന്നു പോകുകയും ആ കടത്തം നിനക്കൊരു അലോസരമായി മാറുകയും ചെയ്താൽ, നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂത്രത്തിന്റെ മണം ഉണ്ടാവും, ചിലപ്പം കാഷ്ടത്തിന്റെ മണം ഉണ്ടാവും. ആ പാവങ്ങൾ അവർക്ക് തിരിഞ്ഞും മറിഞ്ഞും കടക്കാൻ കഴിയാത്തത് കൊണ്ട് കിടന്നിടത്ത് തന്നെ ഈ പറഞ്ഞതൊക്കെ അവർ സാധിച്ചിട്ടുണ്ടാവും. അത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാര്യപ്പെട്ട ഒരു ഗസ്റ്റിനെ കൂട്ടിയിട്ട് വന്നതാണ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരുതരം ദുർഗന്ധം. ഒരു പക്ഷേ നീ നിന്റെ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ നിന്റെ മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമ്മാ യബ്ലുഗന്ന, ഖുർആൻ വളരെ നന്നായി നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ നന്നായി പഠിക്കണം. വാർദ്ധക്യ അവസ്ഥയിൽ അവർ രണ്ടുപേരും നിന്റെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഒരാൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്, കിടന്നിടത്ത് തന്നെ എല്ലാം സാധിക്കുകയാണ്. പക്ഷെ നിന്റെ മനസ്സിൽ ഒരു പ്രാവശ്യം പോലും ലാ തഖുൽ ലഹുമാ ഉഫ്, ഇതൊരു ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനർത്ഥമൊന്നുമില്ല. ഇതൊരു കഷ്ടമായിപ്പോയി. ചിലപ്പോൾ നല്ല ഖിദ്മത്ത് എടുക്കുന്ന ആളായിരിക്കും, ഉമ്മനെ സ്നേഹിക്കുന്ന ആളായിരിക്കും. ചില സന്ദർഭത്തിൽ അറിയാതെ ഉഫ് എന്നൊന്ന് പറയരുത്. നീ ഒരിക്കലും പറയരുത്. കാരണം എന്താണെന്നറിയോ? കുറച്ച് കാലം മുമ്പ് നീ കുഞ്ഞായിരുന്നപ്പോൾ ഇവരുടെ മടിയിലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ സാധിച്ചത്. ഇവരുടെ മടിയിലാണ്. 26 വയസ്സ് പ്രായമായി ഒരു കുട്ടിയുണ്ട്, 26 വയസ്സ് പ്രായമായ ഒരു കുട്ടി. ഈ റമദാനിലും ഞാൻ ആ കുട്ടീനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. 26 വയസ്സ് പ്രായമായ ഒരു കുട്ടിയുണ്ട്. 1.25-2 അടി നീളം മാത്രമേ ഉള്ളൂ. 26 വർഷമായി. ഇപ്പോഴും ഞാൻ ഈ വർഷവും വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഉമ്മയും ബാപ്പയും ആ കുട്ടീനെ പോറ്റുക. ഉമ്മയും ബാപ്പയും ഈ 26 വർഷത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ആ കുഞ്ഞൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇതുപോലെ 26 വയസ്സായിട്ടും ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ പോറ്റേണ്ടി വരുന്നത്. നമുക്ക് വയസ്സ് കുറവിന്റെ കാലഘട്ടത്തിൽ ബുദ്ധി പൂർണ്ണമായ നിലയിൽ ഉദിക്കാത്തത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 1-2 കർമ്മങ്ങളൊക്കെ ഈ മാതാപിതാക്കളുടെ മടിയിൽ സാധിച്ചപ്പോൾ ഒരിക്കൽ പോലും അവര് നമ്മളുടെ ദുർഗന്ധത്തിന്റെ പേരിൽ എടുത്തെറിഞ്ഞില്ലല്ലോ. ആ പാവങ്ങൾ നമ്മളെ പോറ്റിയില്ലേ. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിനക്കൊരിക്കലും അവര് ചെയ്തതുപോലെ തിരിച്ചു ചെയ്യാൻ പറ്റുകയില്ല. പകരം നീ ഇങ്ങനെ പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറിയ പ്രായത്തിൽ എന്നെ നോക്കി എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അതുപോലെ തിരിച്ച് ഖിദ്മത്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല പടച്ചവനെ, അതുകൊണ്ട് നീ അവർക്ക് റഹം ചെയ്യണമേ എന്ന് പറയാൻ, ഇന്ന് ദ്വാരക്കാൻ. കാരണം എന്നെ കൊണ്ട് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗഹീദ് ഞാൻ പറഞ്ഞത് അവിടെയാണ്. തൗഹീദ് എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ആദ്യത്തെ ഫറളാണ്. അത് ശരിയാണോ ഇല്ല എന്നറിയാൻ നീ നിന്റെ മുമ്പിലുള്ള വയസ്സായ ഉമ്മമാരോട് എങ്ങനെ പെരുമാറുന്നു അതിനെ അളക്കാൻ പറ്റും. വാപ്പയോട് എങ്ങനെ പെരുമാറുന്നു അളക്കാൻ പറ്റും. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാനെ കുറിച്ച് കേട്ടില്ല. ഇമാം ഷാഫി ആരാ? വലിയ മഹാനല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇമാമായത്? അദ്ദേഹത്തിന്റെ ഇൽമിന്റെ കടുപ്പം കൊണ്ട് മാത്രമാണോ? പ്രസംഗ പാഠവം കൊണ്ട് മാത്രമാണോ? അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളുടെ ആധിക്യം കൊണ്ട് മാത്രമാണോ? ഒന്നുമല്ല. ഇതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ സ്വഭാവ വൈശിഷ്ട്യം, സൽസ്വഭാവം, നല്ല സ്വഭാവം, അതും കൂടെ അള്ളാഹു കാരണമാക്കി അവർക്കൊക്കെ ഇമാമത്തിന്റെ പദവി കൊടുക്കാൻ. അദ്ദേഹം എത്ര വലിയ തിരക്കിൻ്റെ ഇടയ്ക്ക്, എവിടെ വലിയ പ്രഭാഷണമോ മുനാദറയോ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി വൈകി വീട്ടിലെത്തിയാലും നേരെ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് കിടക്കുന്ന റൂമിൽ പോകും. അരികിൽ ചെന്നിരിക്കും, സലാം പറയും. അവരുടെ ശരീരം മുഴുവൻ ഇങ്ങനെ, നിങ്ങളുടെ ഭാഷ എന്താ പറയുക, മസാജ് ചെയ്യും, ഒഴിഞ്ഞു കൊടുക്കും, തടകിക്കൊടുക്കും. അവസാനം കാല് വരെ തടകും. കാലിൻ്റെ ഭാഗം എത്തുമ്പോൾ അല്പം കൂടുതൽ തടകിയിട്ട് ആ 2 കാൽപാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഖം മുത്തി അല്പസമയം ഇങ്ങനെ ഉമ്മാനെ. നമ്മൾ എന്തായി കാണുന്നത്? ആരെയായി കാണുന്നത്? പള്ളിയിൽ ഇതുവരെയും അദ്ദേഹം ഇമാം ഷാഫി ആയിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വലിയ പ്രഭാഷകനും പണ്ഡിത ശ്രേഷ്ഠനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന പ്രഭാഷണവും ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്തും ഒക്കെ ശരിയായ നിലയിൽ എൻ്റെ റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അതിന് പകരമായി എനിക്ക് സ്വർഗം തരണമെങ്കിൽ ഇതാ ഈ കാൽപാദത്തിലാണ് എൻ്റെ സ്വർഗം പടച്ചോൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന ബോധമുണ്ടായി. അതുകൊണ്ട് ഇമാം ഷാഫി വീട്ടിലെത്തി ഉമ്മനെ കാണുമ്പം പിന്നെ ഇമാം ഷാഫി അല്ല, ഷാഫി മോൻ അല്ലേ, ഉമ്മാന്റെ പുന്നാര മോനാണ്. ഷാഫിക്ക് ഈ കാൽപാദം എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഇമാം ഷാഫി ശരീരം മുഴുവൻ ഒഴിഞ്ഞു കൊടുക്കും. അവസാനം ഇമാം ഷാഫി റഹിമഹുല്ല അവറുകൾ
മാതാവിൻ്റെ കാൽപാദം അമർത്തിയിട്ട് അത് മുഖത്തിങ്ങനെ ചേർത്ത് വെക്കും. അബ്ദുല്ലാഹിബ്നു മുബാറക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയെ കുറിച്ച് കേൾക്കാത്തവരാരും ഇല്ലല്ലോ. ഇമാം ബുഖാരി റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ് അബ്ദുല്ലാഹിബ്നു മുബാറക്. അപ്പോൾ എത്ര വലിയ മഹാനായിരിക്കും അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ച് ഇപ്രകാരം തന്നെ പറയപ്പെടുന്നു: രാത്രി വൈകി വീട്ടിൽ വന്നാൽ മൂലയിൽ കിടക്കുന്ന, അങ്ങനെ പറയണമല്ലോ, മൂലയിൽ കിടക്കുക, ഇപ്പം ഒന്നിനും കൊള്ളാത്ത നിലയിൽ മൂലയിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അരികിൽ ചെന്ന് അവരുടെ ശരീരം ഒഴിഞ്ഞു കൊടുത്ത് കാലമർത്തി, ഈ കാലിൽ അമർത്തി ചുംബിച്ചിട്ടല്ലാതെ അദ്ദേഹം തൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് പോകില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് മഹാനായത്. ഉവൈസുൽ ഖർണി എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. ഉവൈസുൽ ഖർണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് സഹാബിയാകാൻ കഴിഞ്ഞില്ല. സഹാബി ആവണമെങ്കിൽ എന്ത് വേണം? സഹാബി ആകണമെങ്കിൽ മുസ്ലിമായ അവസ്ഥയിൽ ഒരു നിമിഷമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് തങ്ങളുടെ തിരുമുഖം ഒന്ന് കണ്ട് അതേ മുസ്ലിമായ അവസ്ഥയിൽ മരിക്കുകയും വേണം. എന്നാലാണ് സഹാബി ആവുക, അല്ലേ? ലോകത്ത് മുഹ്യിദ്ദീൻ ഷേഖ് റഹിമഹുല്ലാ അവറുകളെ പോലെയുള്ള കോടാനകോടി ഔലിയാക്കൾ ഒന്നിച്ചു ചേർന്നാലും ഒരു സഹാബിയുടെ പവറിൽ എത്തൂല. സഹാബിയുടെ പവർ എന്താ? സഹാബിയുടെ പവർ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഇരുന്നു മുസ്ലിമായ അവസ്ഥയിൽ ആ മുഖം ഒരു പ്രാവശ്യം കണ്ടാൽ മതി. അതൊരു പ്രത്യേക ഇതാട്ടോ. നമ്മൾ ഞാനൊക്കെ പറഞ്ഞില്ലേ, ഷെയ്ഖും മുരീദും എന്ന് പറയുന്ന ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഉസ്താദും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ തകർപ്പം പ്രസംഗം നടത്തുക, നിങ്ങൾ കുറച്ചാളുകൾ ഉറങ്ങി കേൾക്കുക, ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ തിരക്കേടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് ഇരുന്ന് കേട്ട് എഴുന്നേറ്റ് പോകുന്ന ബന്ധം കൊണ്ട് ഇത് തീരൂല. നമ്മളുടെ ഹൃദയങ്ങളിൽ പരസ്പരം ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്, കൊളുത്തുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തർബിയത്തിന് അസർ ഉണ്ടാവുക. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ മുസ്ലിമായ അവസ്ഥയിൽ ഇരിക്കുകയും തങ്ങളുടെ മുഖം ഒന്ന് കാണുകയും, ഒരു നിമിഷമെങ്കിലും ഇരുന്നാൽ മതി, മുഖം ഒന്ന് കാണുകയും ആ തവജ്ജുഹ് ഏറ്റുവാങ്ങുകയും മുസ്ലിമായ അവസ്ഥയിൽ തന്നെ മരിക്കുകയും ചെയ്താൽ സഹാബിയാണ്. മനസ്സിലായോ? സഹാബിയാണ്. എന്നാൽ ഉവൈസുൽ ഖർണി റഹിമഹുല്ലാ അവറുകൾക്ക്, നമ്മളെപ്പോഴും ഉവൈസുൽ ഖർണി എന്ന് പറയുമ്പോൾ റഹിമഹുല്ലാ എന്നാ പറയാം. അദ്ദേഹം സഹാബിയായി, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നു, മുസ്ലിമായി, പക്ഷെ സഹാബി അല്ല. എന്തുകൊണ്ട് സഹാബിയായില്ല? യമൻ എന്ന് പറയുന്ന ദൂര ദിക്കിൽ ഖർണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശക്കാരനായ ഉവൈസ് മുസ്ലിമായി. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന സഹാബത്തിനോടുള്ള ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ അറിഞ്ഞിട്ട്, ഞാനൊന്ന് വരട്ടെ നബിയെ, ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെ, എനിക്കൊന്ന് റസൂല കാണണം നബിയെ, എനിക്കൊന്ന് കാണണം, എത്ര വലിയ ഭാഗ്യമല്ലേ, എനിക്കൊന്ന് കാണണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാനൊന്ന് വരട്ടെ എന്ന് അനുവാദം ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ മദീനയിലേക്ക് യാത്ര ചെയ്ത് വന്നാൽ ഇവിടെ എൻ്റെ വീട്ടിൽ എന്നെ പെറ്റുപോറ്റിയ പ്രിയപ്പെട്ട മാതാവ് ഒറ്റയ്ക്കായി പോകും. അവർക്ക് ഖിദ്മത്തെടുക്കാൻ വേറെ ആരുമില്ല. അവരെ ഏൽപ്പിച്ചിട്ട് വരാൻ എനിക്ക് സംവിധാനമൊന്നുമില്ല. ഇന്നത്തെ പോലെ രാവിലെ പുറപ്പെട്ടിട്ട് രാത്രി തിരിച്ചു വരാനൊന്നും പറ്റൂലല്ലോ, മാസങ്ങളോളം എടുക്കണ്ടേ. നബിയെ, ഞാൻ എന്തു വേണം? എൻ്റെ ഉമ്മയുടെ ഖിദ്മത്തിലായി കഴിയണമോ, അതല്ല അങ്ങയുടെ തിരുമുഖം ഒന്ന് ജീവിതത്തിൽ ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് വരണമെന്ന് കത്തെഴുതി ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനയുടെ പ്രിയപ്പെട്ട മകൻ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിക്കുകയും ജനിച്ച് ഉമ്മയോടൊപ്പം ആവോളം ആസ്വദിക്കാൻ അവസരം കൊടുക്കാതെ പെട്ടെന്ന് ഉമ്മയെ നഷ്ടപ്പെടുകയും ചെയ്തിട്ട് ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹം നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസിന് കത്തെഴുതി, വേണ്ട, നീ എൻ്റെ മുഖം കാണുന്നതിനേക്കാളും മുഹമ്മദ് മുസ്തഫയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരിക്കുന്നതിനേക്കാളും സഹാബിയുടെ പദവി അലങ്കരിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വയസ്സായ ശരീരത്തെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയാൽ മതി, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഉവൈസിനെ കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകൾ നിവർത്തി നോക്കിയാൽ അതിൽ ചില അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ പുളകം കൊള്ളും. ചിലപ്പോൾ മദീനത്തെ മസ്ജിദ് നബവിയുടെ ഒരു മൂലയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായത്തിന്റെ കുടുക്കുകളൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ കൈ മലർത്തി പിടിച്ചോണ്ട്, നമ്മൾ ചൂട് കൂടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ആക്കാറില്ലേ? ചൂട് കൂടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇതെന്റെ ഉവൈസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റാണ്, ഇതെന്റെ ഉവൈസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റാ, എൻ്റെ ഉവൈസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റാ.
ഉവൈസിനെ സ്നേഹിച്ചു, ഉവൈസിന്റെ നാടിനെ സ്നേഹിച്ചു, ഉവൈസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റിനെ സ്നേഹിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നീ ഇങ്ങോട്ട് വരണ്ടെന്ന് കത്തെഴുതി. എന്താ കാരണം? അവിടെ നിന്റെ ഉമ്മയെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞാൽ മതി, ഉമ്മയെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞാൽ മതി. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ഒരിക്കൽ സഹാബാക്കൾ ഇരിക്കുമ്പോൾ ഈ സംഗതികളൊക്കെ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെയും റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാത്മാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉമറെ, എനിക്ക് ശേഷം എൻ്റെ ഉവൈസ് എന്നെ അന്വേഷിച്ചുകൊണ്ട് ഈ പള്ളിയിൽ വരും. എനിക്ക് ശേഷം എന്നെ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ഉവൈസ് ഈ പള്ളിയിൽ വരും. അന്ന് ഈ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് പകരം എൻ്റെ റൗള നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങാനും നിന്റെ ജീവിതത്തിൽ നീ ഉവൈസിനെ കണ്ടുമുട്ടിയാൽ നിനക്ക് വേണ്ടി ഉവൈസിനെ കൊണ്ട് മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരപ്പിക്കണം. എൻ്റെ സലാം ഉവൈസിനെ അറിയിക്കുകയും വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എവിടുന്നാ ഈ പദവി കിട്ടിയത് പ്രിയപ്പെട്ടവര്? എവിടുന്നാ ഈ പദവി കിട്ടിയത്? ഈ പദവി കിട്ടിയത് വേറെ എവിടുന്നുമല്ല. മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചിട്ടും മെഹ്റാബിൽ നിന്ന് ഇമാം നിന്നിട്ടും ഇങ്ങനെ ഇരുന്ന് വാള് പറഞ്ഞിട്ടൊന്നും കിട്ടിയതല്ല, കിതാബ് എഴുതിയിട്ട് കിട്ടിയതല്ല. പിന്നെയോ പ്രിയപ്പെട്ട ഉമ്മയുടെ സേവനവും ഉമ്മയുടെ പാദസേവയും കൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവർക്ക് കിട്ടിയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் പിൽക്കാലത്ത് എല്ലാ ഹജ്ജിന്റെ സീസണിലും ഇറാഖിൽ നിന്നും വരുന്ന ആളുകളെടുക്കെ പോയിട്ട് ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഖർനിൽ നിന്നും ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഹജ്ജിന്റെ സീസണിൽ പോയി അന്വേഷിക്കും. ഒരിക്കൽ അപ്രകാരം ഖർന് നിവാസികൾ പറഞ്ഞു, ഞങ്ങൾ ഖർനിൽ നിന്നാണ്. ഖർനിൽ നിന്ന് കുറച്ച് കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവേശത്തോടെ അവർ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടുന്നാ? ഖർനിൽ നിന്നാണ്. ഓ, ഖർനിൽ നിന്നാണെങ്കിൽ ഉവൈസ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പോൾ ആ ആളുകളൊക്കെ പറഞ്ഞു, ഏത് ഉവൈസ്? അങ്ങനെ ഒരു ഉവൈസിനെ അവർക്ക് അറിയില്ല. കാരണം ഉവൈസ് വലിയ നീളമുള്ള തലക്കെട്ട് കെട്ടിയിട്ട് വലിയ കമ്മീസൊക്കെ ഇട്ടിട്ട് പടപടാന്ന് പ്രസംഗിച്ചിട്ട് നാട്ടുകാരെയൊക്കെ ആകർഷിക്കുന്ന അങ്ങനത്തെ വലിയൊരു അത്ഭുത ജീവിയൊന്നും ആയിരുന്നില്ല. നാട്ടുകാരും അങ്ങനെ പരിഗണിക്കാത്ത ഒരു സാധാരണക്കാരനായിരുന്നു. ഏത് ഉവൈസ്? ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടയാളങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്നാണ്. വെള്ളപ്പാണ്ട് വന്നിട്ട് ഷിഫായതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ശരീരം. ഇതൊക്കെ റസൂൽ പറഞ്ഞു കൊടുത്താണ്. ഉവൈസ് മുമ്പോട്ട് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേൽപ്പിച്ചതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു, ആ കൈകറി പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സലാം അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് വേണ്ടി ചെയ്യൂ. അദ്ദേഹം പറഞ്ഞു, ഞാന് നിങ്ങളെപ്പോലത്തെ ഭാഗ്യശാലികളുടെ കൈപിടിക്കാനും കാലുപിടിക്കാനും അല്ല ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഇരുന്നവരാണ്, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞങ്ങളോട് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. നിങ്ങളെ കണ്ടാൽ എനിക്ക് വേണ്ടി നിങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ കൈ പിടിച്ചിട്ട് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മദീനത്തെ പള്ളിയിൽ രണ്ടാം ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് വാണരുളുമ്പോഴും ഈ ഉവൈസിന്റെ മെലിഞ്ഞൊട്ടിയ കൊച്ചു കൈകളെ കവർന്നു പിടിച്ചുകൊണ്ട് കരയും പോലെ എനിക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാൻ പറയാം. എവിടുന്ന ഉവൈസ് റഹിമഹുല്ലാ അവർക്ക് ഈ പദവി കിട്ടിയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ നിസ്കാരം സഹിഹായോ എന്ന് അറിയാൻ എൻ്റെ ജീവിതത്തിന്റെ ബാക്കി പ്രവർത്തനം നോക്കിയാൽ മതി. എൻ്റെ നോമ്പ് ശരിയായോ എന്ന് അറിയാൻ എൻ്റെ ജീവിതത്തിലെ പെരുമാറ്റങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒക്കെ ശരിയായോ എന്ന് അറിയാൻ എൻ്റെ കച്ചവടം നോക്കിയാൽ മതി. അത് പറയാനായിരുന്നു ഞാൻ ഇരുന്നത്. വറബ്ബി സമാഇ വൽ അർദ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹു തആല റിസ്ഖിനെ കുറിച്ചിട്ടാണ് കുറെ ഭാഗം ഇന്ന് പറഞ്ഞത്. ആ റിസ്ഖിന് വേണ്ടിയാണ് നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നത്. റിസ്ഖ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളവ് തേച്ചും പറയുന്നത്, കച്ച കപടങ്ങൾ ചെയ്യുന്നത്, കാപട്യം ചെയ്യുന്നത്, തരികിടകൾ കാണിക്കുന്നത്. അതൊന്നും വേണ്ടാന്ന് പടച്ചോ നമ്മളെ ഇന്ന് പഠിപ്പിച്ചു. നിസ്കാരം സഹിയാവണമെങ്കിൽ നമ്മുടെ കച്ചവടം സഹിയാവണമെന്ന് പടച്ചോ നമ്മളോട് പറഞ്ഞു. സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഈമാൻ സഹിഹാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും നന്നാകണം. നിസ്കാരം സഹിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാകണം. നമ്മുടെ നോമ്പ് സഹിഹാകണമെങ്കിൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാകണം. പെരുമാറ്റവും സ്വഭാവവും നോക്കിയിട്ടാണ് ഇതൊക്കെ സഹിഹായോ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്കൊക്കെ കബൂലിയത്ത് തരുമാറാകട്ടെ. അല്ലെങ്കിൽ വെറുതെ ഒരു ഉറക്കം ഒഴിഞ്ഞിട്ട് കുത്തിമറിയലായി പോകും. അള്ളാഹു അങ്ങനെ നമ്മുടെ അമലുകളൊന്നും തള്ളിക്കളയാതെ പടച്ചവൻ കരുണയോടുകൂടി നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ സൽസ്വഭാവത്തോടുകൂടിയുള്ള ജീവിതമാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ നോമ്പും നിസ്കാരവും എത്തിക്കാഫും ബാക്കിയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.